ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ഇവനെ സൂക്ഷിക്കണം. എന്ത് ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക. മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് നിന്റെ ദാത്തിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? കൊറേ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. എങ്ങനെ ഇരിക്കണം? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? ചതിച്ചോ ദൈവമേ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? കവി എന്താ ഉദ്ദേശിച്ച? ഞാൻ ആദ്യം തന്നെ പറയും, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ഇതൊരു പ്രകൃതി നിയമ. ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണും. അത് പരസ്പരം ആകർഷിക്കും. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. ഒരു കൈവതം ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ചോദിച്ചപ്പം തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണൽ വിൽക്കാൻ പോകും. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളും തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വായിച്ചു.